ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ഒരാളൊന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കടലാസ് ചെടീൻ്റെ ബോഗൺവില്ലേൻ്റെ കട്ടിങ്സിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അവർ. അപ്പോൾ ആ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ജമന്തിയും അതുപോലെ 10 മണിയൊക്കെ പൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ട ഈ ഒരു കളർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ബാക്കിയുള്ളതെല്ലാം പോയിട്ടോ. ഇതൊരു ഡബിൾ കളറാണത്, ഒരു വൈറ്റ് കളർ അതിൻ്റെ ഉൾഭാഗത്തുണ്ട്. അതുപോലെ ഞാൻ നമ്മുടെ ബോഗൺവില്ല കട്ട് ചെയ്യുന്ന സമയത്ത് കൊമ്പ് ഇങ്ങനെ കുത്തിയിടും, അങ്ങനെ ഉണ്ടായതാണ് ഈ ഒരു ബോഗൺവില്ല. ഞാൻ ഒഴിവാക്കില്ല കേട്ടോ. ഒറ്റ ബോഗൺവില്ലയുടെ കൊമ്പും കുറേയൊക്കെ ഉണ്ടാവും, ഒഴിവാക്കുക എന്നല്ലാതെ ചെറിയ ചെറിയ പൂട്ട് കഴിഞ്ഞ് കട്ട് ചെയ്യുന്നൊക്കെ ഞാൻ അതേപോലെ അങ്ങനെ പിടിപ്പിക്കുകയാണ് ചെയ്യാം. അപ്പം ഇപ്പോൾ ഒരുപാട് ചെടികൾ പൂടുന്നൊരു സമയമാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറേ പൂക്കൾ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ബോഗൺവില്ല, അതേപോലെ വിങ്ക എല്ലാം പൂട്ടിട്ടുണ്ട്. റോസ് ഒരുപാട് മുട്ടിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ, റോസൊക്കെ. അപ്പം ഞാനിങ്ങനെ ഇന്നലെ ചെറുതായിട്ട് ക്ലീനിങ്ങിൻ്റെ പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഇവിടെ കുറച്ച് ചെടിച്ചട്ടികളുണ്ടായിരുന്നു, കുട്ടി ചട്ടികളൊക്കെ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ അവിടെ അങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ ഉണ്ട് ഇതേപോലെ പാമ്പിൻ്റെ പടം പൂശിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ചേരനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, പക്ഷെ പാമ്പിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ. അപ്പോൾ കണ്ടപ്പം ഒരു എന്താ പറയുക, നമ്മളിതിലൊക്കെ ഒന്ന് പോകുന്നുണ്ടെന്നൊരു പേടി, അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ അങ്ങനെ വൃത്തികേടായി കിടക്കുന്നൊന്നുമില്ല. കുറച്ച് അപ്പുറത്ത് കുറച്ച് ഹോളോബിക്സ് അട്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കോർണറാണ് അവിടെയാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ഞാൻ പൊട്ടിയ ചട്ടിയൊക്കെ ചാക്കിലാക്കിയ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മളെ വീട്ടിൽ എല്ലായിടത്തും ചെടിയാണ്, പക്ഷേ എല്ലായിടത്തും ഗ്യാപ്പ് ഇട്ടാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതുമാണ്. അപ്പം ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബർ കൊണ്ടുവന്നിട്ടുള്ള അഗ്ലോണിയം മട്ട, ഇത് 3. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതായിരുന്നു, അപ്പോൾ അതങ്ങനെ കൊണ്ടുവന്നതായിരുന്നു അവർ. പിന്നെ കുറച്ച് ചെടിയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തെച്ചിയും കണ്ടോ, ഒരുപാട് മുട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. തെച്ചിയിൽ എല്ലാം കൂടെ പൂട്ട് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചെടി വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഇല്ലാത്തൊക്കെ ഞാൻ സംഘടിപ്പിക്കും. പിന്നെ അതുപോലെ നമ്മുടെ പീസ് ലില്ലിയും മുട്ടിട്ടുണ്ട്. കുറേ സ്ഥിരം ചേട്ടാ മുട്ടിടുന്ന, കുറച്ചായിപ്പം പൂണ്ടായിട്ട്. പിന്നെ ഞാനൊരു 50 രൂപക്ക് വാങ്ങിയിട്ടുള്ളൊരു കലാത്തിയായിരുന്നു അത്. അതും കുറേ തൈകളൊക്കെ വന്നിട്ടുണ്ട്, എന്തായാലും ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർക്ക് ഞാൻ ഈ ഒരു ബോഗൺവില്ല കട്ട് ചെയ്ത് കൊടുക്കാൻ, ഞാൻ നോമ്പിൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വന്നത്. ചെയ്ത് കൊടുക്കാൻ വേണ്ടി ടെറസിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറേ കടലാച്ചെടിയൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്, പൂക്കൾ കൊഴിഞ്ഞിട്ടുണ്ട്. അന്നേരമാണ് ഞാൻ അവരോട് വരാൻ പറഞ്ഞത്. അപ്പോൾ ഉണ്ടോ ഈ കട്ടിങ്സും അങ്ങനെ വേറെ കുറേ ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു കവർ നിറച്ച് ചെടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കുറേ ചെടികളൊന്നും അവർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക ചെയ്ത് കേട്ടോ. എന്തായാലും പിടിക്കട്ടെ, കൊണ്ടുപോയ ചെടിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. എൻ്റെ ചെടികളും പിടിക്കട്ടെ, അവർ കൊണ്ടുതന്ന ചെടികളും പിടിക്കട്ടെ അല്ലേ. അപ്പോൾ ആ ഒരു തല മോളാണ് കേട്ടോ അത്. നമ്മുടെ ഈ ഒരു അഗ്ലോണിമ ഉണ്ടല്ലോ, ഇതെന്താ പറ്റിയെന്ന് അറിയില്ല. അതിൻ്റെ മേൽഭാഗം ഇതുപോലെ ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുക, ഇങ്ങനെ പുതിയ ചെടി, നല്ല ചെടിയൊക്കെ കുറേ തൈകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഭയങ്കര വിഷമമായിട്ടോ. ഉണ്ടാവുമെന്നാണ്, ഇനിയും തിരിച്ച് വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് എനിക്കൊരു ഭയങ്കര സാഡായിട്ടോ. ഞാനത് 100 രൂപക്ക് വാങ്ങിയിട്ട് ചെടിയാണ് ആനക്കയത്തുനിന്ന്. ഇൻഷാ അല്ലാഹ് ഉണ്ടാവുമായിരിക്കൂലേ. നമ്മളിതേപോലെ കുറേ ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ചെടികളൊക്കെ പിന്നെ നമ്മളിന്ന് പോകുമ്പോൾ ഭയങ്കര സങ്കടമാട്ടോ. എനിക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ പോകുന്നത്. ഞാൻ മാക്സിമം അത് നിർത്താനൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും. വേറൊരു അഗ്ലോണിമയും കൂടെ എൻ്റെ കയ്യിൽ നിന്ന് ഇതേപോലെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 10 മണീൻ്റെ കട്ടിങ്സ് ഒക്കെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് 10 മണി വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നു, എല്ലാം പോയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.